നമസ്കാരം. അനിഴം നക്ഷത്രക്കാർക്ക് കൂടുതൽ നേട്ടങ്ങൾക്കായിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? സന്താനങ്ങളുടെ രോഗദുരിതങ്ങളായിട്ടോ, സന്താനങ്ങളുടെ വിവാഹമായിട്ടോ, പഠനമായിട്ടോ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് വേദന ഉണ്ടാവാം. വ്യാഴത്തിന്റെ അഷ്ടമത്തിലെ ഗോചരം എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള പല ദുഃഖങ്ങളും ബാധാരോഗങ്ങളും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാറാരോഗങ്ങളും ഒക്കെ ചിലപ്പോൾ നമ്മളെ ബാധിച്ചു എന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ധാരാളം ധനച്ചെലവ്, ദ്രവ്യത്തിന് നാശം, യാത്രാക്ലേശം, യാത്രാ ചെലവുകളൊക്കെ വർദ്ധിക്കാം. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കർഷകർക്കാണെങ്കിൽ അവരുടെ നാൽക്കാലികൾക്കൊക്കെ രോഗം ബാധിക്കാനൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ വിദേശ യാത്ര ആഗ്രഹിച്ചവർക്ക് പല തടസ്സങ്ങളും ഒക്കെ ചിലപ്പോൾ മുന്നിൽ കാണാം. പല വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ പ്രതിബന്ധങ്ങളെയൊക്കെ നിങ്ങൾക്ക് വർഷാവസാനത്തോടുകൂടി തരണം ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ദേവത എന്ന് പറയുന്ന മിത്രനാണ് ദേവത എന്നുള്ളത് കൊണ്ട് ഓം മിത്രായ നമ എന്ന് നിത്യവും നിങ്ങൾ ജപിക്കുന്നത് നന്നായിരിക്കും. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങള്, അതായത് ചൊവ്വയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ചൊവ്വ ഓജരാശിയാണോ യുഗ്മരാശിയാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നോക്കുക. ഓജരാശിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴനി മുരുകനെയാണ്, സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പറ്റുമെങ്കിൽ പഴനി ദർശനം നടത്തുക. ഗുരുതി പ്രസാദം ചെയ്യുന്നതും ഗുരുതി വഴിപാടായിട്ട് നടത്തുന്നതും ഒക്കെ നല്ലതാണ്. കൂടുതൽ ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒപ്പം തന്നെ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പാൽപായസം വഴിപാടായിട്ട് നേദിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉത്തമമായിരിക്കും.